കൊടക്കാടുള്ള എൻ്റെ ഒരു അമ്മയുടെ ഷോപ്പിക്ക് വന്നതാണ് ഞങ്ങളിന്ന്. അപ്പോൾ എൻ്റെ അമ്മ രാവിലെ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തറവാട്ടത്തെ ഉമ്മാനെയും കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും വന്നതാണ്. ബസ്സിന് പോരാനാണ് ഞങ്ങൾ ആദ്യം നിന്നത്. പക്ഷേ ഇവിടേക്ക് ബസ്സിന് പോരാന്ന് പറഞ്ഞാലേ കുറച്ച് റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. കാരണം 2 ബസ് കയറും വേണം. അപ്പോൾ പിന്നെ ഞങ്ങൾ അനിയത്തിക്ക് വിളിച്ചപ്പോഴേ ഓൾക്കും വേണം മാക്സി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഓല് വണ്ടിയും കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും ഓളുടെ വണ്ടിയിലാണ് പോകുന്നത്. നല്ല മാക്സികളൊക്കെ കൊണ്ടുവന്നാലേ എൻ്റെ അമ്മായി ഞങ്ങളെ വിളിക്കൂട്ടോ. എൻ്റെ അമ്മായിയുടെ സ്വന്തം ഷോപ്പ് തന്നെയാണിത്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞങ്ങൾ ചെല്ലും, ഇല്ലെങ്കിൽ പിന്നെ പോവില്ല. അങ്ങനെയൊക്കെ അവിടെ ചെന്നപ്പോൾ അമ്മായി മാക്സിയുടെ ഒരുപാട് കളക്ഷൻ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. ഏതായാലും പോയതല്ലേ വിചാരിച്ചിട്ട് ഞങ്ങളെല്ലാവരും മാക്സി എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയത്തി 5 മാക്സി, അതുപോലെ തന്നെ എൻ്റെ അമ്മ 4 എണ്ണം, പിന്നെ ഇവിടുത്തെ അമ്മയും എല്ലാവരും എടുത്തിട്ടുണ്ട്. അനിയത്തി ഇതൊക്കെ പാട് എടുത്തിട്ടുള്ളത്. ഓൾ ഏതായാലും പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാക്സി കൊണ്ടുപോകാമല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്തതാണ്. എൻ്റെ അമ്മ പിന്നെ ഇവിടുന്ന് തന്നെ ഉള്ളൂ കേട്ടോ മാക്സി എടുക്കുക. അമ്മക്ക് ഇവിടുത്തെ മാക്സി തന്നെ ഉള്ളൂ പറ്റുക. അതുകൊണ്ട് തന്നെ അമ്മായി വരുമ്പോഴേക്കും ഉമ്മാനെ വിളിക്കുകയും ചെയ്യും. അപ്പം അമ്മ ആരുടെയിലൊക്കെ കൂട്ടി വന്ന് എടുക്കുക. കാരണം എപ്പോഴെപ്പോഴും പോരാൻ പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടേ വരുമ്പോൾ പിന്നെ ഏതായാലും ഒരു 3-4 എണ്ണം എടുക്കും. ഞങ്ങൾ ഡ്രസ്സ് എടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേക്കിനെ അമ്മായി ഇതാ നല്ല പഴംപൊരിയും ഉള്ളിവടി, അതുപോലെ തന്നെ ഞങ്ങൾക്ക് ചായയൊക്കെ വെച്ചിട്ടുണ്ട്. ദീപാവലിക്ക് അമ്മായിട്ടും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കോഴിക്കോട്ട് പോയപ്പോൾ ഓൾക്ക് കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുപോയിക്കോളി, മക്കൾക്ക് കൊടുത്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടുന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നു. അനിയത്തിയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് ആക്കിയിട്ട് ഓല് പിന്നെ അങ്ങനെ തിരിച്ചു. ഓല് പോയി കുറച്ച് കഴിഞ്ഞൊക്കെ എൻ്റെ അമ്മയും മാളിക്കുന്നൊക്കെ അങ്ങനെ ബസ്സിൽ പോയിട്ടോ. ഉമ്മാനോട് കുറേ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന്. പക്ഷെ ആളുണ്ടാ കേൾക്കണു. എല്ലാവരും പോയി കുറച്ച് കഴിഞ്ഞൊക്കെ ഞാനും കാക്കും പിന്നെ റേഷൻ കട വരെ ഒന്ന് പോയി. റേഷൻ കടയിൽ നിന്ന് അരിയൊക്കെ വാങ്ങിച്ചിട്ടേ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഫ്രൂട്ട്സും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ ആര്യമ്പാറ റോട്ടിൽ വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ.